ഹലോ, ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? എൻ്റെ ബിനീഷേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഇതാണ് ബർത്ത്ഡേ കേക്ക്. നട്ടി ബബിള് ഫ്ലേവറാണ്. ചെറിയ രീതിയിൽ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ രാത്രി 12 മണിയാകുമ്പോൾ സർപ്രൈസായിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കേക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് റൂമിലോട്ട് പോകുമ്പോൾ ബിനീഷേട്ടൻ കിടന്നുറങ്ങുക. പക്ഷേ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടൊന്നുമില്ല, ചുമ്മാ കിടന്നതുപോലെ ആക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് കേക്ക് വാങ്ങി നമ്മൾ മറ്റേ ക്യാൻഡിലൊക്കെ കൊളുത്തി. അവരൊക്കെ ചോദിച്ചു, ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, ഇതെന്താ കാർത്തിക ദീപമാണോ ഇത്രയും ക്യാൻഡിലൊക്കെ. പിന്നെ കേക്ക് ബോക്സിൽ നിന്ന് മെല്ലെ പതുക്കെ റിമൂവ് ചെയ്തിട്ട് വെച്ചിട്ട് ബിനീഷേട്ടനോട് അത് നമ്മൾ ക്യാൻഡിൽ ഒന്ന് ഊതാൻ വേണ്ടിയിട്ടുള്ള ക്യാൻഡിലൊക്കെ എടുത്ത് വെച്ച് ഒരു 2 ക്യാൻഡിൽ 2 സൈഡിലായിട്ട് വെച്ച് അതിന് ശേഷം നമ്മളത് കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ കേക്ക് കട്ട് ചെയ്ത ശേഷം എല്ലാവർക്കും ഓരോന്ന് വിഷൊക്കെ പറഞ്ഞ് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്ക് പീസ് വായിൽ വെച്ച് കൊടുത്തു. ഞാനും പിന്നെ ബിനീഷേട്ടൻ്റെ 2 ഫ്രണ്ട്സും, അതായത് ഭാര്യയും ഭർത്താവും, പിന്നെ അവരനിയത്തി. അങ്ങനെ ചെറിയ രീതിയിലൊരു ഞങ്ങൾ 5 പേര് മാത്രം ഉണ്ടായ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷനായിരുന്നു. പക്ഷേ ഒരു സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചൊരു സർപ്രൈസ് ഉണ്ട്. അതിനാൽ വലിയ വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. ഇതാട്ടോ ഫസ്റ്റ് പാർട്ടിൽ. സോ എല്ലാവരും കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേച്ച ശേഷം പിന്നെ കേക്കൊന്ന് നോക്കുമ്പോഴേക്കും ഉള്ളിൽ എന്തോ ഒരു സാധനം ഇരിക്കുന്ന പോലെ. അതെന്താണെന്ന് നോക്കുമ്പോഴേക്കും ഒരു പേപ്പറിലൊരു ഒരു കാറ്. ബിനീഷേട്ടന് നല്ല കാറ് പിടിക്കും, അതിനാൽ ചെറിയ രീതിയിൽ സർപ്രൈസായിട്ട് കേക്കിൻ്റെ ഉള്ളിൽ കാറാണ് വെച്ചത്. പിന്നെ എല്ലാവരും പോയി കൈയെല്ലാം കഴുകിയിട്ട് വന്നു. അപ്പം ഞാൻ ചെറുതായിട്ടൊരു സർപ്രൈസ് ചെയ്തിരിക്കും. അപ്പം നോക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ അവർ അണ്ണനും അണ്ണിയും ഒരു ഡ്രസ്സ് തന്നു. സോ അപ്പം തന്നെ അത് ഇട്ട് നോക്കി ഇടാൻ പറഞ്ഞു. പിന്നെ ബിനീഷേട്ടൻ അത്ര ഇതായില്ല, എന്നാലും ഞങ്ങളൊക്കെ പറഞ്ഞു നല്ലൊരു ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ ആ കേക്ക് വെച്ച് കളിച്ചു. പിന്നെ ഒരു ടാസ്ക് പോലെ കൊടുത്തിരിക്കുന്നത്, കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാനൊരു 30 ബർത്ത്ഡേ ആയിരുന്നു. സോ 30 ഗിഫ്റ്റ്സ് കൊടുത്തു. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ 5 സെൻസസ്. സോ അതിലൊരു കോമഡി ആയിട്ട്, മീൻസ് ആ സെൻസസിൻ്റെ ക്വസ്റ്റ്യൻ വന്നു, ഹാപ്പി ബർത്ത്ഡേ, വാട്ട് ആർ ദ സെൻസസ് എന്ന് ചോദിച്ചു. അപ്പം പുള്ളിക്കാരൻ ഏതൊക്കെ സെൻസസ് ആണെന്നൊക്കെ ആലോചിച്ച് കണ്ടുപിടിച്ചൊക്കെ പറഞ്ഞു. എന്നിട്ട് അപ്പോൾ രണ്ടാമത് ഞങ്ങൾ ചെറുതായിട്ട് ഒരു സ്ലിപ്പ് വെച്ചായിരുന്നു കേക്കിൻ്റെ കൂടെ ആ ക്വസ്റ്റ്യൻ്റെ. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിനുള്ള ഇതായിരുന്നു. ഫസ്റ്റത്തെ എന്താണെന്ന് വെച്ചാൽ ടേസ്റ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ സർപ്രൈസായിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ 2-3 ചോക്ലേറ്റ്സ് വാങ്ങിച്ചു കൊടുത്തു. സെക്കൻഡ് എന്ന് പറയുന്നത് സ്മെല്ലായിരുന്നു. സോ അതുകൊണ്ട് എന്ത് ചെയ്ത് സ്മെല്ല് കൊടുത്ത്, മീൻസ് ഒരു എയർ ഫ്രഷ്നർ സ്മെല്ല് വരുന്നത്